താത്തും എന്താണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്തോന്ന് എന്താ ചോദിച്ച? എന്താണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ? നീ എന്ത് ഇങ്ങനെ സംസാരിക്കണേ? സൂപ്പർ കുടിച്ച് നാക്ക് മറവിച്ചിരിക്കുക. നിന്റെ തണുപ്പ് കുറച്ച് കൂടുതലായിരുന്നാ? എനിക്ക് കുഴപ്പമില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് തിരിഞ്ഞ് വായുമ്പോ തുറന്നു സൂര്യന്റെ നേരെ എന്തെന്നാ മെൽറ്റായി കിട്ടും നാക്ക്. ശരിയായി. ഞാൻ ചോദിച്ചത് എന്താണ് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന്. അതിപ്പോ പെട്ടെന്ന് ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ ചോദിക്കണത്? അല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നുമില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ 1 വർഷത്തിനുള്ളിൽ എന്നാ ഉദ്ദേശിച്ചത്. അതല്ല എൻ്റെ പ്ലാൻ. എനിക്ക് വേറെ പ്ലാൻ ഉണ്ട്. എനിക്ക് നല്ല എൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ സിനിമ ചെയ്തിട്ട് വേണം നീ പറഞ്ഞ സാധനമൊക്കെ ആലോചിക്കാൻ തന്നെ. അപ്പൊ ഈ വർഷം ഒന്നും നടക്കുന്നത് അർത്ഥം. അപ്പൊ ഈ വർഷം ഒന്നും നടക്കത്തില്ല എന്നർത്ഥം. ഈ വർഷം എന്നല്ല, ഈ ആണ്ടിലെ നടക്കത്തില്ല. ഇല്ല. എന്തേ? അല്ലെങ്കിൽ ഞാനൊരു സത്യം ചോദിച്ചോട്ടെ. നിനക്ക് സത്യം പറഞ്ഞ എന്തെങ്കിലും ഈ സിനിമാറ്റോഗ്രാഫിയെ കുറിച്ച് അറിയാമോ? അല്ല, ഞാൻ നിന്നെ കണ്ട നാൾ മുതൽ നീ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു കാര്യം ഞാൻ നോക്ക്, ഒരു ലക്ഷണം നിന്നിൽ ഞാൻ അത് കണ്ടിട്ടില്ല. നിന്റെ അടുത്ത് തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് അത്യാവശ്യം വർക്ക് കിട്ടണ്ട. അതിന് പോണെങ്കിൽ അറിയണ്ട. ഞാൻ കാണുന്നതിലൂടെ നീ ജോലിക്ക് പോകുന്നത്. നീ എന്റെ ബാഗിൽ കയറിയിട്ടാണല്ലോ വരുന്നത്. ആ തള്ള ടീനയുടെ അപ്പുറം നീ ആകരുത് കേട്ടാ. ഞാൻ തള്ളണമൊന്നുമില്ല. നീ കാര്യം എന്താന്ന് പറ. കാര്യം വേറൊന്നുമില്ല. നീ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, എങ്കിലേ ഈ അവന്തിക്കും കൂട്ടാകത്തുള്ളൂ. എന്നെയാണ് കെട്ടാൻ പോണത്? നിനക്ക് കെട്ടണമെങ്കിൽ നീ പോയി കെട്ട്. എനിക്ക് എന്തായാലും ഇപ്പൊ താല്പര്യമില്ല. മനസ്സിലായ? അല്ല, നിന്റെ ഈ ഇളക്കം കണ്ടപ്പോഴേ മനസ്സിലായി അങ്ങനെ എന്തോ പറഞ്ഞു വരുവാണെന്നുള്ളത്. അല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, നീ കല്യാണം കഴിച്ചല്ലേ എനിക്ക് ഒരു കൂട്ടേക്ക് ആവത്തുള്ളൂ. എൻ്റെ പൊന്നുമോളെ, എൻ്റെ ഡിസിഷനിൽ യാതൊരു മാറ്റമില്ല. എൻ്റെ വർക്കും എൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഉള്ളൂ. നീ വേണേൽ പോയി കെട്ടി പണ്ടാരടങ്ങി എന്തോ ചെയ്യും. എടി ചാരു, വിഷയം അതല്ലടി. ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് നമുക്ക് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് മാക്രി മാതാമ പറഞ്ഞത്. കുറെ നാളായി ഞാൻ കേൾക്കാൻ നോട്ട്. ആരടി നിന്റെ മാക്രി? ഈ മാക്രി അല്ല, കോപ്രി വന്നമ്മ. പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ റീലൊക്കെ പ്രൊമോഷൻ മറ്റേ മോട്ടിവേഷൻ റീലുണ്ടല്ലോ, അതൊക്കെ ഇടുന്ന ആളാ. ചോദിക്കട്ടെ, നിന്റെ ഈ മദാമ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അവിടെയാണ് പോയിന്റ്. എടി, അവര് കല്യാണം കഴിക്കാണ്ടാണോ ബാക്കിയുള്ളവരെ കെട്ടിക്കാൻ നടക്കുന്നത്? എടി, അവര് പറയുന്നത് എന്താണെന്നറിയോ? കല്യാണം കഴിക്കണമെന്നല്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ള ദാമ്പത്യ ജീവിതമൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണമെന്നാ. എപ്പോഴും ഈ വിചാരം മാത്രമേ ഉള്ളൂ. അയ്യേ, നീ ഒരു കാര്യം ചെയ്യ്. നീ അതിനു വേണ്ടി പോയി കല്യാണം കഴിച്ചിട്ട് നീ എന്തോ കാണിച്ച് അങ്ങ് ജീവിക്ക്. എന്നെ വിട്ടേക്ക്. അതെ, എനിക്ക് കുറച്ച് വികാരമൊക്കെ ഉള്ള ഒരു മനുഷ്യരെ ഞാൻ കേട്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഏത് പ്രായത്തിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പോകുന്നത്? എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, കേട്ടല്ല? നിന്നോട് ഞാൻ ഏതെങ്കിലും നല്ല കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാൻ വന്നിട്ടുണ്ടോ? നീ അതിനെല്ലാം കുറെ മുടന്ന ന്യായങ്ങളും എതിർപ്പും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഈ മടൽ എവിടെ പോയി? ഈ മടലെടുത്ത് ഞാൻ മണ്ടക്കടിക്കണം നിന്റെ അടുത്ത് ചോദിക്കാൻ വന്നതിന്. പക്ഷേ എവിടെ പോയി? എടി ചാരു, എടി ഒറ്റയ്ക്കാക്കിട്ട് പോവാതടി. ദേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടി നിക്കടി അവിടെ. പൂവർത്തിക്കൊണ്ട് വിളിക്കാതെ ഒരു ഐഡിയ പറഞ്ഞാടാ. പിന്നെ എൻ്റെ ഭാര്യ കൂട്ടി കിടക്കുകയല്ലേ ഐഡിയ. ഇവിടെ ഒന്നും ഇല്ലാത്തോണ്ടല്ലേടാ ഞാൻ ഇവിടെ മരക്കുറ്റി കണക്ക് ഇങ്ങനെയാണ് നിൽക്കണത്. നീ വലിയ ബിസിനസ്സുകാരനായതുകൊണ്ടാണ് നിൻ്റെ ഒരുപാട് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഐഡിയ ചിന്തിക്കാൻ പറഞ്ഞത്. അവിടെ നേരമായി എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാ. ഇനി ഇത് ഒരുമാതിരി സംസാരിച്ച് ഞാൻ തലയെടുത്ത് വല്ല തറയിട്ട് ഒരു ചേരും. കുറെ നേരമായി മനുഷ്യനായിട്ട്. ഇപ്പം പറയാം ഒരുമാതിരി. പിന്നെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഞാൻ അവന്തിയെ വിളിച്ചിട്ട് എവിടെ ഇരിക്കണം, എനിക്കൊന്ന് കാണണമെന്ന് പറയാൻ വേണ്ടി ഞാൻ വിളിച്ച് പറയാൻ പോകണം. അതാകുമ്പോൾ പ്രശ്നം തീരുമല്ലോ. എന്തിനെന്ന് ചോദിച്ചാൽ കാണാൻ വിളിക്കരുത്. ആര്? നിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചില്ല പെർമിഷൻ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളെപ്പോഴും അങ്ങനെ കിടന്ന് വിളിക്കാൻ പാടില്ല. ഞാൻ വല്ലപ്പോഴേക്കല്ലേ വിളിക്കണം. അല്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കും നമുക്ക് വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലെന്ന്. നമുക്ക് വില തരൂല അവർ. മനസ്സിലായ? നമുക്കല്ല, നിനക്ക് ജോലിയും കൂലിയും ഇല്ലെന്ന് നമുക്കറിയാം. പക്ഷെ എൻ്റെത് അങ്ങനെയല്ല. ഞാൻ ബിസിനസ് മാനാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ പിന്നാലെ നടക്കുന്നത്. അപ്പോൾ മൈൻഡ് യുവർ വേർഡ്സ്. ഓക്കെ? നല്ലൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കരുത്. ഞാൻ മനസ്സിലാവും. ഞാൻ നീ പിണങ്ങാതെ കാര്യം പറ. ബാക്കി ഈ വിഷയമുള്ള എന്തെന്ന് വെച്ചാൽ അറിയോ? പറഞ്ഞാലും അറിയും. പറയട്ട്. നമ്മൾ ഇറക്കാന്ന് വിചാരിച്ചിട്ട് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിനിടയ്ക്ക്. ആ പ്രശ്നം പറ. അവർ പെണ്ണുങ്ങളായോണ്ടേ സമൂഹത്തിനോടൊക്കെ ഭയങ്കര പേടിയാണ് അവർക്ക്. പറഞ്ഞത് സത്യം. കാരണം അന്ന് നമ്മൾ അവിടെ പോയപ്പോഴേ പറഞ്ഞാൽ എന്തോന്നും മറ്റേ വീട്ടിൻ്റെ ഇപ്പുറത്തുള്ളവർ എല്ലാവരും കൂടെ എന്തൊക്കെയാ പറയണമെന്ന്. ആ കാര്യത്തിൽ നമുക്ക് വീട്ടിനകത്ത് കയറാൻ പോലും സമ്മതിക്കില്ല. നിന്നെ എവിടെ കയറ്റാൻ സമ്മതിച്ചു? നിന്നെ ഇയാൾ പിന്നെ അങ്ങ് കയറി ഇറങ്ങിയില്ല. മതി. അതാണ് പ്രശ്നം.
എടാ സീരിയസ് ആയിട്ട് ആലോചിക്കണം, നമുക്ക് സമയമില്ല. ഞാൻ വേറെ ഐഡിയ പറയട്ടാ. പറഞ്ഞതുപോലെ പറ്റിയ ഐഡിയ. നമ്മളെല്ലാവരും കൂടെ മസനഗുടി വഴി, ഈ പേരുമുണ്ടല്ലേ കേട്ട് മടുത്ത് സത്യത്തിൽ. എടാ മസനഗുടി വഴി ഊട്ടിക്ക് ഇത് എന്താ ഇതാകുമ്പോൾ ബഡ്ജറ്റിൽ നിൽക്കാം. പെട്രോൾ എല്ലാം കൂടെ ഒരു 10,000 രൂപ ഊട്ടിക്കോ, റൂമിന് 2,000 രൂപ, 2,000 രൂപ 2, 4,000 രൂപ, മൊത്തത്തിൽ 15,000 രൂപയ്ക്ക് സാധനം നിൽക്കും. അങ്ങനെ ഐഡിയ. മനസ്സകൂടിയെങ്കിൽ മനസ്സഗുടിയല്ല മസനഗുടി. എന്ത് പുല്ലോ ആവട്ടെ, നീ അക്ഷരം പഠിപ്പിക്കാതെ നീ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാ തീരുമാനം. സെറ്റാണോ? സെറ്റാണ്. നീ അപ്പം പൈസയൊക്കെ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വാ, നമുക്ക് പൈസ എന്തിനു സെറ്റ് ചെയ്യാം? പിന്നെ മൂത്രം ഒഴിച്ചോണ്ട് അതുവരെ പോകൂ. അവിടെ ചെന്ന് റൂം എടുക്കണം, ഫുഡിന് പൈസ, കറങ്ങാൻ പൈസ. നീ എന്തോന്നു നീ ഇപ്രാവശ്യത്തേക്ക് ഇട്. അത് അവിടെ പിടിച്ചിട്ടല്ല. നീ ഇപ്രാവശ്യം നീ ഇടറാ പ്ലീസ്. എന്നെ പിന്നെ അളിയ ചുമ്മാ അളിയ ഈ പ്രാവശ്യം കൂടെ ലാസ്റ്റ് അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ ആയിട്ടോളാം. ഉറപ്പ്. അപ്പം പ്ലാൻ പറ. പ്ലാൻ വേറെ ഒന്നുമില്ല. നമ്മൾ നേരെ അവളെ വരെ പിക്ക് ചെയ്തു. മസനഗുടി വഴി നമ്മൾ ഊട്ടിക്ക് വിടുന്നു. അവിടെ ചെല്ലുന്നു, നമ്മൾ റൂം എടുക്കുന്നു, അടിച്ച് പൊളിക്കുന്നു. എന്തുവാ അല്ല അടിച്ചു പൊളിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? അതല്ല. അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ ഇവിടുത്തെ ശാമ്പാവി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. ഞാനും ശ്യാമും കൂടെ ഒരു ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആണോ? പോയിട്ട് വാ. ഹാപ്പി ജേർണി. ഹാപ്പി ജേർണി. അല്ല അതല്ല, ഈ ഈ മസനഗുടി വഴി ഊട്ടിക്ക് ഒരു സാധനം. നമ്മളെല്ലാരും കൂടെ 2 ദിവസത്തെ ട്രിപ്പ്, കാർ, ബൈക്ക്, ഗോൺ. 2 ദിവസോ? നമ്മൾ ഒരുമിച്ചോ? നിങ്ങൾ എന്താ നമ്മളെ കുറിച്ച് വിചാരിച്ചിരിക്കണേ? ഞങ്ങൾ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളാരാ. അങ്ങനെ നമ്മൾ എവിടെ ഇറങ്ങി വരില്ല. നമ്മൾ പിന്നെ ഈ വയലിലല്ലേ ജനിച്ചു വീണത്. ചുമ്മാ കാര്യമാക്കണ്ട. ഓ, ഒരു സിനിമയ്ക്ക് പോയാലോ? ഊട്ടിയിൽ നല്ല തിയേറ്റർ ഉണ്ട്. അവിടെ വേസിയുടെ ആവശ്യമില്ല, നല്ല തണുപ്പ്. സിനിമയ്ക്ക് ഊട്ടി വരും. ഒരു ട്രിപ്പ് പോവും, സിനിമയും കാണാം. എന്തിനാ ഇത്ര തണുപ്പത്ത് ഇവിടെ പോകുന്നത്? സിനിമ കാണാം. അല്ല ഇവിടെ എവിടെയെങ്കിലും സിനിമയ്ക്ക് പോവാം. അതും നോക്കാം അല്ലേ? നോക്കാം. ഇവിടെ കുഴപ്പമില്ല, സിനിമയ്ക്ക് പോവാം. സെറ്റ്. എന്നാ ഞാനും സെറ്റ്. അപ്പൊ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ വന്ന് പിക്ക് ചെയ്യാം. കാർ ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ശരി എന്നാ പോട്ടെ. ശരി. പെട്ടെന്ന് വണ്ടി ഇട്. ഏതെങ്കിലും കന്നഡ പടത്തിന് ടിക്കറ്റ് എടുക്കാം. കന്നഡ പടം ഗുണ്ടൂർ മാമി എന്ന് പറഞ്ഞ പടം ഓർമ്മയുണ്ട്. അത് ഏപ്പടമില്ലേ? 4 ടിക്കറ്റ് എടുക്കണം. എടാ അങ്ങറ്റത്തും ഇങ്ങറ്റത്തും എടുക്കണം. ബാൽക്കണി എടുത്തു. അല്ല ബാൽക്കണി എടുത്താൽ എടുത്താൽ മതി. സ്റ്റാർട്ടാക്കിയിട്ട് വാ. എനിക്കും കൂടെ സൈഡ് ടിക്കറ്റ് എടുക്കണേ. അങ്കിൾ ഇത് എന്തോന്ന് ചെയ്യുവാ? മോളായിരുന്ന അതെ, ഞാൻ ഈ ക്യാമറയിൽ കൂടി എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കായിരുന്നു. ബെസ്റ്റ്. എന്റെ പൊന്നങ്കിൾ ഇതിൽ കൂടെ നോക്കി എങ്ങനെയാ കാണാൻ പറ്റുന്നേ? ഇതിന്റെ സിസ്റ്റം എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ പോയി നോക്കിയാലല്ലേ വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റൂ. എന്തോന്ന് വിഷയം കാണാൻ പറ്റും? അതായത് ഇതിൽ റെക്കോർഡ് ആയിരിക്കുന്ന വീഡിയോസ്. അങ്ങനെ മലയാളത്തിൽ പറ. ബെസ്റ്റ്. അല്ല അങ്കിൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അതെന്ന് മോളെ അങ്ങനെ ചോദിച്ചേ? വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി. അത് മോൾ ആരോടും പറയൂലെങ്കിൽ ഞാൻ ആ സത്യം പറയാം. അപ്പൊ അങ്കിളിന് എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലേ? അയ്യോ വിശ്വാസമുണ്ട്, പക്ഷെ ആരും പറയരുത്. ഞാൻ പറയത്തില്ല, അങ്കിൾ ധൈര്യമായിട്ട് പറഞ്ഞു. യഥാർത്ഥം പറഞ്ഞാൽ ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ട്. +2 ആണോ? അതിപ്പോഴ് ഞാൻ പഠിക്കുമ്പോഴേ അതായിരുന്നു, +2 ആയിരുന്നു. +2 അല്ല, ഈ +2 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതാണല്ലോ. പിന്നെ എന്താ ആരുടെങ്കിലൊക്കെ പറഞ്ഞുള്ള കുഴപ്പം? അത് പിന്നെ എന്നെ ആൾക്കാർ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം ജയ് +2 വരെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ ചോദിക്കുമ്പോഴേ അതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഈ കാര്യം ഞാൻ ആരുടെ പറയാറുമില്ല. പിന്നെ അങ്കിളെ, ഞാനൊരു കാര്യം ചോദിച്ചാലേ സത്യം പറയോ? എൻ്റെ പൊന്നു മോളെ, ജയ ഇന്നേ വരെ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും മാത്രമല്ല, ജനിച്ചപ്പം മുതൽ സത്യം മാത്രമേ പറയുള്ളൂ. എൻ്റെ അച്ഛനമ്മ അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മോളെ ചോദിക്കാം. നമ്മുടെ പപ്പിയില്ലേ, അവള് ശരിക്കും ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല മോളെ. അല്ല, അവളുടെ ലൈഫ് റൊട്ടീനൊക്കെ കാണുമ്പോൾ ഉള്ളത് പറയണമല്ലോ അങ്ങളെ. എനിക്കെന്തോ അതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല.
ലൈഫ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ റൊട്ടിയല്ല റൊട്ടീൻ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ +2 വരെയൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ അത് പ്രശ്നം എന്തെന്നറിയാമോ, ഞാൻ അന്നത്തെ +2 പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എന്നെ പഠിപ്പിച്ചില്ല. അപ്പോൾ വേറെ വാക്കുകൾ വാട്ട് ഈസ് യുവർ നെയിം എന്നൊക്കെ ചോദിക്കുന്നത് അതുപോലത്തെ ഇംഗ്ലീഷായിരുന്നു ഞാൻ പഠിച്ചത്. ഇത് ഇപ്പോഴൊക്കെ മാറ്റിയതല്ലേ? മോള് പറയാൻ അല്ല, ശരിക്കും പറഞ്ഞാലേ ഇവക്ക് ഈ പ്രേതഭൂതങ്ങളോടൊക്കെ സംസാരിക്കാനുള്ള ആ കഴിവുണ്ടോ? അത് മോൾ അങ്ങനെ ചോദിച്ചത്? അതിപ്പോ ഞാനിന്ന് അവളുടെ റൂമിൽ പോയപ്പോ ആ എവിടെ പോവാ? നീ ആയിരുന്നോ? എന്താ പേടിച്ചു പോയോ? പേടിയോ? എനിക്കോ? ആ വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എന്താ? ഈ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് എങ്ങോട്ട് പോവാ? അതെ, എനിക്ക് ടെലിപ്പതി പെട്ടെന്നൊരു കോൾ വന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ പോയേ പറ്റൂ. എവിടെ? അതായത് ഹിമാലയത്തില്. ഹിമാലയത്തിലോ? അവിടെ ഒരു ആത്മാവിന് എൻ്റെ ഹെൽപ്പ് പെട്ടെന്ന് വേണമെന്ന് കുറേ തവണയായിട്ട് ഇങ്ങനെ കോളിൽ കണക്ട് ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ എത്രയും പെട്ടെന്ന് എത്തിയേ പറ്റൂ. പപ്പി പോയാ എനിക്കിവിടെ സപ്പോർട്ടിന് ആരും കാണില്ലല്ലോ. ഓ ഡിയർ ഗേൾ, ഡോണ്ട് വറി. നമ്മൾ ചില സിറ്റുവേഷൻസ് തനിയെ ഹാൻഡിൽ ചെയ്ത് പഠിച്ചല്ലേ പറ്റൂ. എനിക്കിപ്പോൾ നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ നിൻ്റെ പേരൻസ് ഉണ്ട്. പക്ഷേ ഗതികിടാതെ ഒരുപാട് സങ്കടങ്ങൾ കൊണ്ട് അലയുന്ന ആത്മാക്കളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. സോ എനിക്ക് പോയേ പറ്റുള്ളൂടാ. ഐ ഫീൽ ലോൺലി. ഇറ്റ്സ് ഓക്കെ. പിന്നെ നീ ഒരുപാട് വിഷമിക്കൊന്നും വേണ്ട. എപ്പോഴും ഗുഡ് ഗേൾ ആയിട്ടിരിക്കണം. നിന്നെ അങ്ങനെ ലോൺലി ആക്കിയിട്ടൊന്നും ഞാൻ പോവില്ല. നിനക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വന്നാലോ എന്തെങ്കിലും സപ്പോർട്ടിൻ്റെ ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ മെലിസ്മയുടെ അടുത്ത് പറഞ്ഞേക്കാം. എന്നെപ്പോലെ തന്നെ അവൾ നിൻ്റെ കൂടെ എപ്പോഴും കാണും. നിന്നെ എല്ലാത്തിനും സപ്പോർട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ മെലിസ്മയുടെ അടുത്ത് പറയാം. മെലിസ്മ, നിനക്കറിയാലോ പിങ്കി എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. സോ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എൻ്റെ ആബ്സെൻസിൽ ഞാൻ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ നീയും കൂടെ ഉണ്ടാവണം. ഓക്കെ? എല്ലാ സപ്പോർട്ടും ചെയ്യണം. പിന്നെ എന്ത് പ്രോബ്ലംസ് വന്നാലും നീ കൂടെ തന്നെ നിന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. പിങ്കി, മെലിസ്മയുടെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെലിസ്മ ഓക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വിഷമിക്കേണ്ട. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഐ മിസ് യു. ഐ മിസ് യു ടു. എനിവേ പിങ്കി, എനിക്ക് ഒരു 10,000 തരാനായിട്ട് കാണുമോ? ഉണ്ട് പപ്പി. എനിക്ക് അക്കൗണ്ടിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യോ? വൈ നോട്ട്? ബിക്കോസ് എൻ്റെ കയ്യിൽ $US മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യാത്രാ ചെലവിന് അത്യാവശ്യം ഇന്ത്യൻ മണി വേണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഒന്ന് ട്രാൻസ്ഫർ ചെയ്യോ? ഇപ്പം തന്നെ ചെയ്യാം. താങ്ക്സ് a lot. ഓക്കെ. ഓ, അപ്പൊ പൈസയും വാങ്ങിച്ചോണ്ട് സ്ഥലം വിട്ടല്ലേ? പപ്പിക്ക് ശരിക്കും കഴിവുണ്ടോ? പിന്നെ കഴിവുള്ളതുകൊണ്ടാണല്ലോ മോളെ ഇന്ന് 10,000 രൂപ വാങ്ങിച്ചോണ്ട് പോയത്. ആ കഴിവല്ല, ഈ പ്രേതങ്ങളോട് സംസാരിക്കാനുള്ള. എൻ്റെ പൊന്നു മോളെ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാനൊരു കാര്യം പറയാം, മോള് പപ്പി മോളടുത്ത് അധികം അടുപ്പൊന്നും കാണിക്കണ്ട. അതൊരു കിളി പോയ കേസാണ്. അത് എപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ പപ്പിയോടല്ലാതെ വേറെ ആരോട് കൂട്ടുകൂടാനാ? പിന്നെ ഇവിടെ ഉള്ളത് അവന്തിയും ചാരും. അവർ രണ്ടുപേരും ഞാൻ എപ്പോൾ നേരിൽ കാണോ അപ്പോഴൊക്കെ അടിയാ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങളെ? അതിനൊരു വഴി അങ്ങളുണ്ടാക്കാം. ആ, സാധനങ്ങളെല്ലാം വാങ്ങിച്ചാ? സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വാങ്ങിച്ചിരിക്കുന്നത് എനിക്കും ചാരുവിനും വേണ്ടി മാത്രമാണ്.
വേറെ ആരെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാർ ഇതിനകത്ത് അങ്ങനെ കൈ വെച്ച ആ കൈ ഞാൻ വെട്ടും കേട്ടല്ല. ഓഹോ, നീ എന്റെ കൈയും വെട്ടുവോ? അയ്യോ അമ്മാവന്റെ കൈയും കാര്യം ഞാൻ വെട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ വീടും പറമ്പും ഒക്കെ പിന്നെ ആര് വെട്ടും? ആര് വൃത്തിയാക്കും? എനിക്കറിയാടി, നീ ഇതും പറയും ഇതിന്റെ അപ്പുറവും പറയും. എണീക്കണമാക്ക്. അമ്മാന്റെ അടുത്ത് ചിന്തിക്കണോ? നീ പറ എന്തായാലും കൊള്ളത്തിനും പുറം. എന്തോന്ന് രണ്ടുപേരും കൂടെ ഗുണാന്ന്? അത് പിന്നെ അമ്മാവ, ഞാൻ വർക്ക് ചെയ്ത സിനിമ ഇന്ന് റിലീസാണ്. അപ്പൊ അതിന് പോണ ആരെയും പറയുമായിരുന്നു. ആണാ? ശരി സന്തോഷം. എങ്ങനെ പോണേ? ഞാൻ പവിയുടെ അടുത്ത് കാറും കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കാറിനാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാ പോരെ, ഞാൻ ഫ്രാൻസിസ് അളിന്റെ കാർ എടുത്തോണ്ട് വരൂലേ? നമുക്ക് എല്ലാവരും കൂടെ അതിൽ പോവായിരുന്നല്ല. ആ പരട്ട കാറോ? എന്നിട്ടാണ് അവിടെ ഇവിടെ വഴിയിൽ നിന്ന് പോവാൻ. അമ്മ പേടിക്കണ്ട, ഞാനും കൂടെ ഇവിടെ കൂടെ പോകുന്നുണ്ട്. സേഫ് ആയിട്ട് ഞങ്ങൾ പോയിട്ട് വരാം കേട്ടാ. നിക്കണ്ട പോ. അമ്മാന്റെ തമാശ. മോക്ക് സിനിമയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അവര് നമ്മളെ കൊണ്ടുപോകില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അതിനുള്ള വഴി ഞാനുണ്ടാക്കാം. ഞാൻ ഇത് ഫിക്സ് ചെയ്തോ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇത് നോക്കിയാ എങ്ങനെയുണ്ട്? വലിയ രസമില്ല, എന്റെ തന്നെ അടിപൊളി. എന്നാലും കൊള്ളാം. നോക്കട്ടെ. ആറങ്ങോട്ട് അവരെന്തായിരിക്കും ഇടുന്നത്? ഞാൻ കുറച്ച് എടുത്തിരിക്കുമല്ലേ വെളുപ്പ്. ഇതെനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ എന്റെ കളറിന്. ഓ നീ ഇട്. അപ്പൊ ഇത് ഫിക്സ് എന്റെ നോക്ക്, തീരുമാനം പറ. നോക്കട്ടെ. കൊള്ളത്തില്ലല്ലോ. എന്റെ നിന്റെ മേത്ത് വെച്ചാൽ ഞാൻ അങ്ങനെ ശരിയാവണം. ഞാനല്ലേ വെക്കണ്ടത്. ഭംഗി ഉണ്ടാവോടെ? ഞാൻ നേരെ ഇട്ടതില്ലേ, നീ എന്തിട്ട്? കൊള്ളാം അല്ലേ? സൂപ്പർ. കൊള്ളാം. മാറ്. ഈ മാലയും തന്നെ യൂസ് ചെയ്യാം. മാറ്. ഞാൻ ജീൻസും കൂടെ എടുക്കട്ടെ. പെട്ടെന്ന് റെഡി ആവണം കേട്ടല്ലോ. അവര് പിങ്ങി വരും. അല്ല എനിക്ക് ഈ ഡ്രസ്സ് മതി. എവിടേക്ക് പോകുന്നു? എവിടെയൊക്കെ പോയത് നിനക്കെന്താ? ഞാനിവിടെ വന്നോട്ടെ. വേണ്ട. ഷാരു അങ്ങോട്ടാ പോകുന്നേ? ഞങ്ങള് ഒരു സിനിമയ്ക്ക് പോകും. എടാ ഞാനും വരാടേ. വേണ്ടേ, ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാടേ. അന്ന് നിങ്ങൾ പോയപ്പോ എന്നെ കൊണ്ടുപോയില്ലല്ലോ. എന്നിട്ട് ചേച്ചി വലിഞ്ഞേറി വന്നായിരുന്നോ? അതുപോലെ ഇന്നും വന്നോട്ടെ ചോദിക്കുന്നേ. അതുപോലെ ഇന്നും വരണ്ടെന്നാ പറഞ്ഞേ കേട്ടാ. അതെ. എപ്പ എവിടെ പോയാലും നിങ്ങൾ രണ്ടും ഒരുമിച്ച് തന്നെ കൂട്ടത്തില്ല. അയ്യോടാ പാവ, ഞങ്ങൾ തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ഉള്ളത്? ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിങ്ങളുടെ? ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു. എന്റെ ന്യൂസ് കവറിംഗ് ഒക്കെ കഴിഞ്ഞു. ആണോ? പുതിയത് കണ്ടുപിടിക്കുക. കുറെ നുണക്കഥകളും കൂടി. സിനിമയ്ക്ക് സമയമായി, ഞാൻ പോയി റെഡി ആവട്ടെ. വേറെ പണിയുണ്ട്. അവരെവിടെ പോണെന്ന് തോന്നുന്നു. ഉള്ള സ്ഥലത്ത് എല്ലാവരും കയറി ഇരിക്കും. എല്ലാവരും എവിടെ പോണ്? നിങ്ങൾ എവിടെ പോണ്? എവിടെ പോകുന്നത്? അറിഞ്ഞില്ലേ? മൊത്തത്തിൽ 4 ടിക്കറ്റേ ഉള്ളൂ. 4 ടിക്കറ്റ് ബാക്കിയൊക്കെ അവിടെ പോയിട്ട് എടുക്കും. വണ്ടി എവിടെ പോയിട്ട് എടുക്കാൻ? അയ്യോ മോള് കയറിയില്ലേ? അയ്യോ അയ്യോ അയ്യോ. അപ്പൊ ഇവരെല്ലാരും പോവും. എന്താ എവിടെ ഇവിടെ ഇരിക്കാൻ സ്ഥലം? ഇതാണ് നിങ്ങളുടെ മോള്. വെച്ചിട്ടോണ്ടിരിക്കണം കേട്ടാ. അയ്യോ പറന്നു പോവാതിരിക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടാ. ഇത്രയും പേര് വണ്ടിക്കകത്ത് കൊള്ളൂല. അതൊക്കെ എനിക്കറിയാം. നീ വണ്ടി അറിയ ആദ്യം ഓൺ ചെയ്ത് AC ഇട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ വണ്ടി കൊണ്ടുവന്നൂടായിരുന്നോ? അതെ ഭാവി, ടോറസ് ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ലായിരുന്നു. നല്ല എടുത്തു. ചുമ്മാ വളവളാന്ന് സംസാരിക്കാതെ സിനിമ സമയാവോന്ന് പെട്ടെന്ന് പോടേ. ഞാൻ പറഞ്ഞില്ല 4 ടിക്കറ്റ് ഉള്ള. ഇടാ 4 ടിക്കറ്റ് മതി. ബാക്കിയുള്ളത് അവിടെ പോയിട്ട് എടുക്കാമല്ല. തിയേറ്ററിൽ നിന്ന് ടിക്കറ്റ് കിട്ടുമല്ല.
അല്ല പെമ്പിളേരെ മാത്രം നിന്റെ കൂടെ കഴിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെ മനസ്സമാനത്തോടെ ഇരിക്കും. ഇത് കേട്ടിട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പൊക്കൂടെ? വണ്ടിയുടെ അങ്ങോട്ട്. സിനിമ ഏതാടാ? ഗുണ്ടൂർ മാമി. ഗുണ്ടൂർ. അതെ ശരി, എന്തരായിരുന്നാലും സമയമാവണേ. വണ്ടി ഇടേ, സിനിമ വണ്ടിയുടെ നല്ല ചാട്ടിയാ കയ്യെത്തണ്ടേ? എടാ ഗിയറിടാൻ പറ്റണോ നോക്ക്. ഇല്ലേ വണ്ടി തന്നെ പിടിച്ചത് അല്ല. ഇനി കുഞ്ഞമ്മ മാമി ആരെങ്കിലും വരാണ്ട.